ചെറിയ ഒരു കഥയോട് കൂടി തുടങ്ങാം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഒരു സുഹൃത്തിന് സംഭവിച്ച ഒരു ചെറിയ അബദ്ധമാണ് കേട്ടോ. ഒരു ചെറിയ അബദ്ധം എന്തും വേണ്ടി ഗുലുമാലുകൾ ഉണ്ടാക്കിയെന്ന ഒരു ചെറിയ കഥയാണ് കേട്ടോ. അമേരിക്കയിൽ വരുന്ന കുട്ടികൾ ആദ്യം വരുന്ന സമയത്ത് US-ലായാലും യൂറോപ്പിലായാലും എവിടെ പോയാലും ഫസ്റ്റ് ഒരു 1 ഇയർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നമ്മൾ പെട്ടെന്ന് ന്യൂയോർക്ക് സിറ്റിയും കാലിഫോർണിയയും ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് എല്ലാവർക്കും ഒരു അമ്പരപ്പായിരിക്കും. അമ്പരപ്പ് മാത്രമല്ല, അത്യാവശ്യം പൈസ കിട്ടും, അത്യാവശ്യം ജോലി ചെയ്യുന്നു, കയ്യിൽ പൈസ ആവുന്നു. പൈസ ആകുമ്പോഴത്തേനകത്ത് നോർമലായിട്ട് കുറച്ച് അടിച്ചുപൊളിയൊക്കെ തുടങ്ങും. അടിച്ചുപൊളി, ചെറിയ വെള്ളമടി പരിപാടിയൊക്കെ തുടങ്ങും മിക്ക പിള്ളേരും. അതപ്പം ഇവന് പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ. ഇവന് അങ്ങനെ വന്ന സമയത്ത് കുറച്ച് അടിച്ചുപൊളി ടീമാണ് കേട്ടോ. ഒരു ദിവസം അവനൊരു വണ്ടി എടുത്തു. ഒരു പുതിയ വണ്ടി എടുത്താണ് കേട്ടോ. പുതിയൊരു കാർ എടുത്തിട്ട് 3 മാസം ആയതേ ഉള്ളൂ. 3 മാസത്തിൽ അപ്പം ഒരു പാർട്ടിക്ക് പോയതാണ് കേട്ടോ. പാർട്ടിക്ക് പോയിട്ട് വരുന്ന സമയത്ത് ചെറിയ വൈൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് രാത്രി സമയത്ത് പെട്ടെന്ന് പോലീസ് റോഡ് സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പോലീസുകാർക്ക് ഇതിനെല്ലാം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ക ട്രെയിൻഡാണ് അവർ. നമ്മൾ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചാൽ മിക്ക ആൾക്കാർക്ക് പോലീസുകാർക്ക് പിടുത്തം കിട്ടും. വണ്ടിയുടെ പോക്ക് കണ്ടിട്ടാണ്. നമ്മൾ സാധാരണ നോർമലായിട്ട് വണ്ടി ഓടിക്കുന്നതിനെക്കാട്ടും ശകല വ്യത്യാസം കാണും. കുറച്ച് ഓഫാണെങ്കിൽ വണ്ടി ടയർ ശകലം മാറി ലൈനിൽ നിന്ന് മാറി പോകുന്ന വീട് കണ്ട് അവർ വാച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ബാക്കിലെങ്ങാനും ഇപ്പോൾ ഒരു പോലീസുകാർ പാസ് ചെയ്ത് വരികയാണെങ്കിൽ അങ്ങനെ വണ്ടി പുള്ളോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ അളിയനെ പിടിച്ചിട്ട് അവർ ചെക്ക് ചെയ്തു. മറ്റേ മെഷീൻ വെച്ച് ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് 2 രീതിയിലാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ ഈ ലൈനിൽ കൂടെ നടത്തിപ്പിക്കും. ഈ പാർക്കിങ്ങിലെ ലൈനില്ലേ, ആ ലൈനിൽ കൂടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ലൈനിൽ കൂടെ ഇങ്ങനെ നടത്തിക്കുമ്പോൾ നമ്മൾ വെള്ളം അടിച്ചിട്ട് ഓഫാണെങ്കിൽ നടക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്ട്രെയിറ്റായിട്ട് നടക്കാൻ പറ്റത്തില്ല. പിന്നീട് ഡൗട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റേ വെച്ച് ഊതിക്കും. അങ്ങനെ അളിയനെ പിടിച്ചപ്പോൾ ചെറിയൊരു 0.14 എങ്ങാണ്ടാണ് നമ്മുടെ അലൗഡായിട്ടുള്ള 18 ആണ്, 0.18. അപ്പോൾ അതിനെക്കാട്ടിലും ഒരു 0.4% അവൻ്റെ ഇതിൽ കൂടുതലുണ്ടായിരുന്നു. ഈ 0.4-ന് അളിയനെ പൊക്കിയിട്ട് 5 വർഷം അവൻ്റെ ലൈസൻസ് കട്ട് ചെയ്ത്. ചെറിയൊരു അശ്രദ്ധയാണ്. പുതിയ വണ്ടി എടുത്തിട്ട് 3 മാസം ആയത് ഉള്ളൂ എന്ന് ഓർക്കണം കേട്ടോ. ഒരു പാർട്ടിക്ക് പോയപ്പം ശകലം വൈൻ കുടിച്ചതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ 0.4-ൻ്റെ ഇതിന്. അതുമാത്രമല്ല, ഇവനെ ഇവിടുത്തെ ഓരോ ക്ലാസ്സുകൾക്ക് വിടും. നമ്മുടെ ആൽക്കഹോളിൻ്റെ, ഡ്രഗിൻ്റെ ഇതിൻ്റെയൊക്കെ അവെയർനെസ് ക്ലാസ്സുകൾക്ക് അതിന് വിടും. പിന്നീട് ഈ ക്ലാസ്സുകളെന്ന് വെച്ചാൽ 1-2 ക്ലാസ്സല്ല, കുറേ ക്ലാസ്സുകളുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഈ ക്ലാസ്സുകൾക്ക് പോയിക്കൊണ്ടേയിരിക്കണം. ഒരു 5 വർഷം വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. 5 വർഷം കട്ട് ചെയ്ത്. അതേപോലെ ഫൈനും ഉണ്ട് കേട്ടോ. അതിനൂടെ ഫൈനും ഉണ്ട്. എത്ര, $4,000 $5,000 ഫൈനും ഉണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് റെക്കോർഡിനകത്തിൽ DUI എന്ന് പറഞ്ഞ് കിടക്കും. അതപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ജോലിക്ക്, ഡ്രൈവിംഗ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചാൽ ഈ കാലയളവിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവർ മിക്കവാറും ഹയർ ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ട്രക്കിങ്ങിലൊക്കെ പറയുകയും വേണ്ട. ട്രക്കിങ്ങിലും ഊബർ ഓടിക്കാൻ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക്, ടാക്സി പരിപാടിക്ക് ഇതൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ വിഷയങ്ങളുണ്ടെങ്കിൽ അവർ ഹയർ ചെയ്യത്തില്ല. നമ്മൾ ട്രക്കിങ്ങിനകത്തിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് മെഡിക്കലുണ്ട്. നമ്മൾ ഒരു കമ്പനി ഹയർ പോകുന്ന സമയത്ത് മെഡിക്കലുണ്ട്. ഇതെല്ലാം പാസ്സായതിനു ശേഷം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക ഈ സംഭവം കേട്ടോ.